അമേരിക്കയിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ പ്രവാസിയൊന്നുമല്ല. കാരണം അവിടുത്തെ പൗരനാണ്. പിന്നെ നമ്മളെ ഒന്നും അയാൾക്ക് വേണ്ട, പുച്ഛമാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിൽ പോകുന്നവർക്കും അങ്ങനെയാണ്. നേരെ അതിന്റെ കാരണം എന്താണെന്നറിയോ? അവരവിടെ സമ്പാദിക്കുന്ന പണം അവിടുന്ന് ഇഷ്ടം പോലെ വീട്ടിൽ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. അത് മിക്കവാറും ഒക്കെ അവിടെ തന്നെ മുടക്കണം, അവിടെ തന്നെ ചെലവാക്കി ജീവിക്കണം. നേരെ മറിച്ച് അറബ് കൺട്രീസിന്റെ പ്രത്യേകത അതാണ്. അറബ് ലോകം നമുക്ക് ചെയ്ത സംഭാവന നമ്മൾ ഏറ്റവും കണക്കാക്കേണ്ടതും അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നതും അതിലാണ്, ഈ രാജ്യം ഉൾപ്പെടെ. ഇവിടെ നമ്മൾ എന്തുണ്ടാക്കിയാലും നമ്മൾ എന്ത് സമ്പാദിച്ചാലും അതിവിടെ മുടക്കണമെന്ന് അവർക്കൊരു നിർബന്ധമില്ല. നമ്മുടെ വീട്ടിൽ എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാം. ഈ ഒരു കാഴ്ചപ്പാട് എടുത്തതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ നാടിപ്പോ ആഹാരം കഴിച്ച് കഴിയുന്നത്. അമേരിക്കയിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ പ്രവാസിയൊന്നുമല്ല. കാരണം അവിടുത്തെ പൗരനാണ്. പിന്നെ നമ്മളെ ഒന്നും അയാൾക്ക് വേണ്ട, പുച്ഛമാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിൽ പോകുന്നവർക്കും അങ്ങനെയാണ്. നേരെ അതിന്റെ കാരണം എന്താണെന്നറിയോ? അവരവിടെ സമ്പാദിക്കുന്ന പണം അവിടുന്ന് ഇഷ്ടം പോലെ വീട്ടിൽ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. അത് മിക്കവാറും ഒക്കെ അവിടെ തന്നെ മുടക്കണം, അവിടെ തന്നെ ചെലവാക്കി ജീവിക്കണം. നേരെ മറിച്ച് അറബ് കൺട്രീസിന്റെ പ്രത്യേകത അതാണ്. അറബ് ലോകം നമുക്ക് ചെയ്ത സംഭാവന നമ്മൾ ഏറ്റവും കണക്കാക്കേണ്ടതും അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നതും അതിലാണ്, ഈ രാജ്യം ഉൾപ്പെടെ. ഇവിടെ നമ്മൾ എന്തുണ്ടാക്കിയാലും നമ്മൾ എന്ത് അമേരിക്കയിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ പ്രവാസിയൊന്നുമല്ല. കാരണം അവിടുത്തെ പൗരനാണ്. പിന്നെ നമ്മളെ ഒന്നും അയാൾക്ക് വേണ്ട, പുച്ഛമാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിൽ പോകുന്നവർക്കും അങ്ങനെയാണ്. നേരെ അതിന്റെ കാരണം എന്താണെന്നറിയോ? അവരവിടെ സമ്പാദിക്കുന്ന പണം അവിടുന്ന് ഇഷ്ടം പോലെ വീട്ടിൽ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. അത് മിക്കവാറും ഒക്കെ അവിടെ തന്നെ മുടക്കണം, അവിടെ തന്നെ ചെലവാക്കി ജീവിക്കണം. നേരെ മറിച്ച് അറബ് കൺട്രീസിന്റെ പ്രത്യേകത അതാണ്. അറബ് ലോകം നമുക്ക് ചെയ്ത സംഭാവന നമ്മൾ ഏറ്റവും കണക്കാക്കേണ്ടതും അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നതും അതിലാണ്, ഈ രാജ്യം ഉൾപ്പെടെ. ഇവിടെ നമ്മൾ എന്തുണ്ടാക്കിയാലും നമ്മൾ എന്ത് സമ്പാദിച്ചാലും അതിവിടെ മുടക്കണമെന്ന് അവർക്കൊരു നിർബന്ധമില്ല. നമ്മുടെ വീട്ടിൽ എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാം. ഈ ഒരു കാഴ്ചപ്പാട് എടുത്തതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ നാടിപ്പോ ആഹാരം കഴിച്ച് കഴിയുന്നത്. അമേരിക്കയിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ പ്രവാസിയൊന്നുമല്ല. കാരണം അവിടുത്തെ പൗരനാണ്. പിന്നെ നമ്മളെ ഒന്നും അയാൾക്ക് വേണ്ട, പുച്ഛമാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിൽ പോകുന്നവർക്കും അങ്ങനെയാണ്. നേരെ അതിന്റെ കാരണം എന്താണെന്നറിയോ?